ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ILRൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാലം നമ്മളിവിടെ നിന്നുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിൻ്റെ വിസയിലായിരുന്നു. അപ്പോൾ ഇവിടെ UK പെർമനൻറ്റ് വിസ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്ന് പറയും. ILR കിട്ടാനായിട്ട് അതിന് മുമ്പ് ഒരു എക്സാം എഴുതണം. ആ എക്സാം എഴുതി പാസ്സായാലും മാത്രമേ ILRന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ എക്സാമിന് പോകാനായിട്ട് റെഡി ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 24 നമ്മുടെ എക്സാം. അതിന് 18 മാർക്ക് എന്തോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പാസ്സാവുന്നതാണ് തോന്നുന്നത്. അത്ര വലിയ കാര്യമായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത് ബ്രിസ്റ്റളിലാണ് കേട്ടോ. നമുക്ക് സ്വിൻഡനിലെ സെൻറ്റർ ഉണ്ടായില്ല, ഈ ഡേറ്റിൽ ഉണ്ടായില്ല. നമുക്ക് അടുത്ത ഡേറ്റ് നോക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ബ്രിസ്റ്റളിലാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ വന്നേക്കുന്നത് ബ്രിസ്റ്റളിലാണ്. അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഒരു എത്ര മണിക്കൂറായിരുന്നു എക്സാം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു 5-10 മിനിറ്റ് കൊണ്ട് എക്സാം 5-10 മിനിറ്റിൻ്റെ അകത്ത് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. ഞാൻ കയറുമ്പോൾ അവിടെ ഇരുന്നവരൊക്കെ ഇറങ്ങുമ്പോഴും അവിടെ തന്നെ ഉണ്ടായത്. അത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൊടുത്തു. വേറെ ഒന്നും റിവൈസ് ചെയ്തൊന്നും നോക്കാനൊന്നും പോയില്ല, അങ്ങനെ തന്നെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ റിസൾട്ട് ഞാൻ നോക്കിയിട്ടില്ല. വരുമെന്നാണ് പറഞ്ഞത്, ഒരു 10-20 മിനിറ്റ്സിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിലപ്പം ജിമെയിലിൽ റിസൾട്ട് വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് 24 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 24. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ മുമ്പ് ചെയ്തവർ എനിക്കിങ്ങനെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 17 സംതിങ് എക്സാംസ് ഉള്ളത്. അപ്പോൾ എക്സാം റിവൈസ് ചെയ്ത് പഠിക്കുകയത് ഞാൻ. അല്ലാണ്ട് അതിനകത്ത് ചാപ്റ്റേഴ്സും ഉണ്ട്. ചാപ്റ്റേഴ്സ് ഞാൻ അങ്ങനെ വായിച്ച് നോക്കിയില്ലായിരുന്നു. പക്ഷേ എക്സാം ഞാൻ കുറച്ച് തവണ റിവൈൻഡ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മെയിലിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാസ്സായെന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്നു. എത്ര സ്കോറെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 24 എക്സാം. എനിക്കൊന്ന് 18 18 മാർക്കൊക്കെ കിട്ടിയാൽ മതിയെന്ന് തോന്നുന്നു ജയിക്കാനായിട്ട്. അപ്പം നമുക്ക് എക്സാം ബുക്ക് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 55 പൗണ്ട്സാണ് എക്സാം ബുക്കിങ്ങിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ കോഡ് വെച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാം EVC ആണല്ലോ, അപ്പോൾ ഷെയർ കോഡ് വെച്ചിട്ടാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്നത്. ഈ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് ഒരു യൂണീക്ക് നമ്പർ നമുക്ക് കിട്ടും. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ILRന് അല്ലെങ്കിൽ UK പെർമനൻറ്റ് റെസിഡൻസി വിസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ലൈഫ് ഇൻ UK ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിക്ക കാര്യങ്ങളും ഞാനിവിടെ മെൻഷൻ ചെയ്തു എന്നാണ് തോന്നുന്നത്. കുറച്ച് ഭയങ്കര സ്മോളായിട്ടുള്ളൊരു ബ്ലോഗായിരുന്നു. അപ്പം എക്സാമിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ എക്സാം നമ്മൾ ബുക്ക് ചെയ്യുന്നത് നമ്മുടെ ഷെയർ കോഡ് വെച്ചാന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെൻ്റ്. എന്നോട് ചോദിച്ചില്ല അവരൊന്നും. മേ ബി അവരുടെ ഷെയർ കോഡ് ഉണ്ടാകുമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഷെയർ കോഡ് ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ കയറുമ്പോൾ നമ്മളെ ഫോണ് സാധനങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യണം. എല്ലാ സാധനങ്ങളും നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റിന് പോകുമ്പം അതേ സെയിം ഒരു അപ്രോച്ച് തന്നെയാണ് ഈ ഒരു എക്സാമിനുള്ളത്. ഫുള്ള് ചെക്ക് ചെയ്യുക. അവരെന്തെങ്കിലും നമ്മൾ കോപ്പി അടിക്കാൻ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അവർ കയറ്റി വിടുള്ളൂ. വാച്ച് സാധനങ്ങളൊന്നും അകത്ത് ഉപയോഗിക്കാൻ പാടില്ല. എല്ലാം പുറത്തൊരു ലോക്കർ വരും. ലോക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറി പോകുന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് ലോക്കറിൽ നിന്ന് എടുത്തിട്ട് ഇറങ്ങിപ്പോരാം. ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പം ജസ്റ്റ് കൈ ഒന്ന് റേസ് ചെയ്താൽ മതി. അവരിൽ ആരെങ്കിലും വന്ന് നമ്മളെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എക്സാം ബുക്ക് ചെയ്യുമ്പോൾ എവിടെ എക്സാം സെൻറ്ററുകളോ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. ഗവൺമെൻറ് UKയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ യൂണിക് നമ്പർ വെച്ചിട്ട് PR-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്ത് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ പ്രോസസ്സൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.